യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മെ ദൈവവചനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് തൻ്റെ നിയോഗത്താൽ നമ്മുടെ നടുവിലയച്ച അനുഗ്രഹീതനായ ദൈവഭൃത്യൻ, പ്രത്യേകിച്ച് അതിഥികളായിട്ട് കടന്നു വന്ന ദൈവമക്കൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പകലിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആഴമായി സംസാരിക്കും. ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ ദൈവം അയച്ച ബഹുമാന്യ ദൈവഭൃത്യനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്നെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ മുന്നേ ശുശ്രൂഷിച്ച സഭയിൽ 6-ലധികം വർഷം കർത്തവേലയോടുള്ള ബന്ധത്തിൽ ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ്. അനേകിടങ്ങളിൽ കർത്താവ് തന്നെ ശക്തിയോടെ ഈ നാടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യം ക്ഷണിച്ചപ്പോൾ കടന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നോർത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് അറിയിച്ചു. പിന്നത്തേതിൽ സ്തോത്രം നാട്ടിൽ വന്നെന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ക്ഷണിപ്പാൻ കർത്താവ് സഹായിച്ചു. അതൊരു ദൈവ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഹല്ലേലൂയ ശക്തമായിട്ട് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കർത്തൃത്വത്തിലൂടെ ശക്തമായിട്ട് നമ്മോട് സംസാരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തി ദൈവ ശബ്ദത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ തുറക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ തുറന്നുള്ള സമയം ദൈവജനം ശുശ്രൂഷിപ്പാൻ കർത്തൃത്വത്തിന് ക്ഷണിക്കുന്നു. എല്ലാവരും കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് നിയന്ത്രിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ പ്രകാശ് അവരുകൾ, എൻ്റെ കുടുംബം, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുവിലുള്ളതായ സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാവിലെ വേളയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ അഭിഷേകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പൈതലുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുന്നിൽ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ദേവദാസൻ സൂചിപ്പിച്ചതുപോലെ എന്നെ ഈ മീറ്റിങ്ങിന് പ്രാരംഭത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് എന്നെ കർത്തൃദാസൻ ഈ മീറ്റിങ്ങിന് വേണ്ടി വിളിപ്പാനിടയായി തീർന്നു. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന സമയത്താണ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് കർത്തൃദാസൻ എന്നെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ എനിക്ക് വന്നിട്ട് ഉടനെ മധ്യപ്രദേശും ഒറീസയിലും പോകേണ്ടതായ ശുശ്രൂഷകൾ ബന്ധത്തിൽ പോകേണ്ടതായ ക്രമീകരണങ്ങൾ ഒരുങ്ങപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്തൃദാസനെ അടുത്തൊരു പ്രാവശ്യം നമുക്ക് മീറ്റിങ്ങിൽ കൂടാമെന്ന് പറഞ്ഞു. എന്നാൽ സ്വതന്ത്രം മധ്യപ്രദേശിൽ പോയി എനിക്ക് തിരിച്ച് മടങ്ങി വരേണ്ടതായ ആവശ്യമുള്ളതുകൊണ്ട്
ഒറീസയിലെ യാത്ര ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച നാട്ടിലെത്തി. വരുന്ന ആ ദിവസങ്ങളിലാണ് കർത്തൃദാസൻ അഭിഷേക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ മടങ്ങി വരുന്നു എന്ന് അറിഞ്ഞു. പ്രിയ ദേവദാസൻ അറിഞ്ഞു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഇന്ന് പകൽക്കാലം ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. ബാല്യത്തിൽ തന്നെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നു. പ്രത്യേകിച്ച് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു അംഗമായി ജനിച്ചു വളരുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നു. കർത്തദാസൻ ടി പി എബ്രഹാം പാസ്റ്റർ ഡൂലോസ് എന്ന് പറയുന്ന ബൈബിൾ കോളേജ് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവ് അയക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞ് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന പരിമിതപ്പെട്ടതായ ഒരു സമയമാണ്. നീണ്ട ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട്, സമയബന്ധിതമായൊരു മീറ്റിംഗ് ആയതുകൊണ്ടും വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മബോധത്തോടെ നമുക്ക് ദൈവത്തിലാകാം. ദൈവവചനം നമ്മോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, സംസാരിക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് പ്രസംഗങ്ങളല്ല വേണ്ടത്, പഠിപ്പിക്കലുകളാണ് വേണ്ടത്. ദൈവവചനം പഠിക്കുന്നവരായി മാറണം. ഒരു ദൂത് കേട്ട് നിങ്ങൾ മടങ്ങിയാൽ അടുത്ത പ്രസംഗം വരുമ്പോൾ ആ ദൂത് മറന്നുപോകും. എന്നാൽ നിങ്ങൾ പഠിക്കുന്ന തിരുവഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ ആഴത്തിൽ എഴുതപ്പെട്ട അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ വചനം നിങ്ങളെ പണിയും എന്നാണ് വചനം നമ്മോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ലീഗ അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. റോമാ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഉപദേശരൂപം ഹൃദയപൂർവം പഠിക്കണം. ഹല്ലേലൂയ. എങ്ങനെ പഠിക്കണം? ഹൃദയപൂർവം. നമുക്ക് പഠിപ്പിച്ചു തന്ന ഉപദേശരൂപം ഹൃദയപൂർവം പഠിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുഴപ്പമെന്തെന്ന് ചോദിച്ചാൽ എബ്രായർ 2 പറയുന്നു, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിയില്ല എങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രലീയ നമ്മളെ ഒഴുകിക്കളയുവാൻ ഈ കാലഘട്ടത്തിൽ പിശാച് പല പദ്ധതികളും ഒരുക്കും. അവിടെ ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ ഹൃദയപൂർവം പഠിക്കുവാൻ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും ജയിക്കുവാൻ കഴിയണമെങ്കിൽ ഈ വചനമകത്ത് ജീവനായി അത് പരിവർത്തിക്കപ്പെടണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിച്ചുകൊണ്ട് ഒരു തിരുവെഴുത്തുകളുടെ വെളിപ്പാടിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോസ്തലനായ പൗലോസ് ലീഗ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്കിവിടെ വായിച്ച് കേൾക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ. മതി. കണ്ണുകളെ മൂടാം. യേശുവിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. തികഞ്ഞ ആത്മബോധത്തോടെ, തികഞ്ഞ ആത്മശക്തിയോടെ ഇന്ന് പകലിൽ നമുക്ക് വചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരേണ്ടതിന് നമുക്ക് നമ്മുടെ കണ്ണുകളെ, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിൻ തിരു പാദം നമിച്ചേ, നീ മതി, നീ മതിയേ.
യേശുവേ നിൻ തിരു പാദം നമിച്ചേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. നല്ലവനേ വല്ലവനേ, ആരാധ്യനേ ആരാധ്യനേ. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരികയില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരികയില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കുന്നേ നാഥ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കുന്നേ നാഥ, നിശ്ചയം നിശ്ചയമേ. രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. കരുണയുള്ള പിതാവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. അങ്ങ് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ വന്നതുപോലെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത്. ഇന്ന് പകൽ ഞങ്ങളെ പണിയണമേ കർത്താവേ. ഈ സഭയെ പണിയണമേ കർത്താവേ. കുടുംബങ്ങളെ പണിയണമേ കർത്താവേ. ഞങ്ങളുടെ നിത്യതയിലേക്ക് അടുക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ തടയുന്ന എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു ജയം ഇന്ന് പകൽക്കാലം തമ്പുരാൻ തരണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എൻ്റെ ദാസനും സഭയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മതപനത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. തൻ്റെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം എന്നടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളുടെ വെളിപ്പാടുകൾ വിഭജിപ്പാൻ ആത്മാവടിയനെ ശക്തീകരിക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നലകളുടെ പ്രസംഗത്തിൻ്റെ പരിചയത്തിലല്ല കർത്താവ്, ഇന്ന് പകൽക്കാലം അടിയനെ വ്യത്യസ്തനാക്കി നിർത്തണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. തിരുമേനിയുടെ കരങ്ങളിൽ താഴുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവത്തോട് കേൾക്കണം. സ്വർഗ്ഗം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മബോധത്തോടെ നമുക്ക് ദൈവത്തിലാകാം. നമ്മൾ വായിച്ചത് ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ്. വളരെ മനോഹരമായ ലേഖനങ്ങളാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. ലേഖനങ്ങളിലെ ഓരോ പഠനവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നമ്മുടെ മുൻപോട്ടുള്ള ആത്മീക ജീവിതത്തിന് ഉദാത്തമാകപ്പെടുന്ന ആത്മീക സന്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് മറച്ചു വച്ചിരിക്കുന്ന അധ്യായങ്ങളാണ്.
ഈ ലേഖനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ലേഖനം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം. യേശു കർത്താവ് എന്താണോ ദൈവജനത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്, പഠിപ്പിച്ചു തുടങ്ങിയത്, അതിൻ്റെ വിശദീകരണങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. യേശു തൻ്റെ ജനത്തെ പഠിപ്പിച്ചപ്പോൾ, തൻ്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ പ്രകാരമാണ്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പലപ്പോഴും ചോദിച്ച് പഠിക്കുമായിരുന്നു, കർത്താവ് നീ എന്താണ് ഈ പഠിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നീ പറയുന്നു, പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. പല ആവർത്തി കർത്താവ് അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാതെ വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്: നിങ്ങൾക്കിതിപ്പോൾ പഠിക്കുവാനോ പ്രാപിക്കുവാനോ തക്കവണ്ണം കഴിയുന്ന ഒരു പാത്രമല്ല നിങ്ങൾ. എന്നാൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ എന്താണോ പഠിപ്പിച്ചത് അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു തരുവാനിടയായി തീരും. അപ്പോൾ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയും, കർത്താവ് പറഞ്ഞതിൻ്റെ വിശദീകരണം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതന് അത്യാവശ്യമായി വേണ്ടത് ആത്മനിറവാണ്. ഹല്ലേലൂയ. ആത്മനിറവില്ലാതെ വണ്ണം ഈ പുസ്തകം വായിച്ചാൽ വെറും ഒരു പുസ്തക വായനയായി മാറപ്പെടും. എന്നാൽ ആത്മാവിൽ എഴുതപ്പെട്ട തിരുവഴുത്തുകളെ ആത്മാവിൽ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ പൊരുളുകൾ തിരിഞ്ഞു വരികയുള്ളൂ. സ്തോത്രലുയം. അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇടയിൽ നമുക്ക് ആഗ്രഹിക്കേണ്ടത് ഇപ്രകാരമാണ്: കർത്താവെ, അങ്ങയുടെ വചനം അതിൻ്റെ നിറവിൽ പഠിക്കുവാൻ, അതിനെ ഹൃദയത്തിലാക്കപ്പെടുവാൻ എനിക്ക് നീ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയെ തരണം എന്ന ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന ബഹുത്തായ ഒരു വലിയ സന്ദേശമാണ്. എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആവശ്യമാകുന്നത് പരിശുദ്ധാത്മാവ് മറയ്ക്കാതെ വണ്ണം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വായിച്ച വേദവാക്യത്തിനകത്ത് ഇങ്ങനെ തലക്കെട്ട് കൊടുക്കാം: ക്രിസ്തു വെളിപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു വെളിപ്പാടെന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാട് പുതിയ നിയമ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്: 11-ാം വാക്യം മുതൽ നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ, എനിക്ക് ക്രിസ്തു വെളിപ്പാട് ലഭിക്കപ്പെട്ടത് ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ ലഭിക്കൂ എന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് വെളിപ്പെടുത്തി തരാൻ എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ആർക്കൊക്കെ ഈ വെളിപ്പാട് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പ്രസാദിച്ച ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ടോ അവരുടെ ഹൃദയത്തിൽ മുഴുവനും ഈ വെളിപ്പാട് തെളിഞ്ഞു വരപ്പെടും. ഈ വെളിപ്പാട് ഇല്ലാത്തടത്ത് ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്: എൻ്റെ ജനം മര്യാദ കെട്ട് നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് നമുക്കില്ല എങ്കിൽ ശരിയായ നിലയിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വെളിപ്പാടകത്ത് വരുവാൻ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ തലക്കെട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യോഹന്നാന് ഉണ്ടായ വെളിപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കും എന്താവണം? ഉണ്ടായി വരണം. ഉണ്ടാക്കുകയല്ല, ഉണ്ടായി വരണം. പലരും വെളിപ്പാട് ഉണ്ടാക്കാറുണ്ട്. ഹല്ലേലൂയ. അത് പ്യാക്കിനാവുകളായി മാറപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഉണ്ടായി മറം നീക്കി, ഉള്ളതിനെ മറം നീക്കി വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടുകൾ ഇന്ന് പകൽക്കാൻ ദൈവസഭ പ്രാപിക്കണം. ഹല്ലേലൂയ. ഒത്തിരി വെളിപ്പാടുകൾ ബൈബിളിലില്ല. ബൈബിളിൽ ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ചുള്ള ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. എനിക്കും പ്രകാശ് പാസ്റ്റർക്കും വ്യക്തിപരമായ
വെളിപ്പാടുകൾ അനവധി ഉണ്ടാകാം. പല വിഷയങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ വെളിപ്പാടുകൾ പലതരത്തിലുണ്ടാകാം. എന്നാൽ നിത്യതയെ കേന്ദ്രീകരിക്കപ്പെട്ട ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിച്ചാലും അല്ലെങ്കിൽ പ്രകാശ് വാസ് പ്രസംഗിച്ചാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രസംഗിച്ചാലും ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന കേന്ദ്ര വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറനീക്കി വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടുകൾ ഈ ഉപവാസത്തിൻ്റെ ദിനങ്ങളിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കുകയാണ്. ദൈവം കണ്ടിരിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്തു വെളിപ്പാട് ഉണ്ടായി വരപ്പെടും. ഈ പ്രാർത്ഥനയുടെ ഈ പകൽ തുടങ്ങി ആ വെളിപ്പാടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആരൊക്കെ തയ്യാറുണ്ടോ, ഇന്ന് പകൽക്കാലം മറ നീങ്ങി ചിലത് വെളിപ്പെട്ടു വരും. യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയിൽ വെളിപ്പാട് മറ നീക്കി വെളിപ്പെട്ടു വരേണ്ടതിന് അടിയൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, അല്ലെങ്കിൽ വടക്കായി ഈ ദൈവസഭയിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ തടയുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളെയും ആത്മാവിൽ ഞങ്ങൾ അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഹൃദയ ദൃഷ്ടി തുറന്ന് ആ വെളിപ്പാട് കാണുവാൻ ഇതിനകത്തിരിക്കുന്ന തലമുറകൾ, ഇതിനകത്തിരിക്കുന്ന അമ്മമാർ, ഇതിനകത്തിരിക്കുന്ന അപ്പന്മാർ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വെളിപ്പാടുള്ളവരായി മാറപ്പെടട്ടെ. ആലാമ സാധോറിയാന വൈഡമാന ശംദരാധരാധര അർത്ഥൽ പ്രവിടമന ഘടഗതിയാല ഘടഗതി അന്തരാജകൽ പ്രവിടമന ഘടഗതി. യേശുവിൻ്റെ നാമത്തിൽ ഈ വെളിപ്പാടുണ്ടായി വരുവാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളിൽ ഈ ക്രിസ്തു വെളിപ്പാടുണ്ടായി വരട്ടെ. ഈ ദേശത്തിൽ ക്രിസ്തു വെളിപ്പാടുണ്ടായി വരട്ടെ. ചിലതിൻ്റെ ഹൃദയങ്ങൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പാടുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂടുപടങ്ങൾ മാറിപ്പോകട്ടെ. ദൈവസഭയുടെ ആത്മാക്കളെ തടയുന്ന മൂടുപടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദേശത്ത് യേശു വെളിപ്പെടാതെ വണ്ണം നിൽക്കുന്ന സകല മൂടുപടങ്ങളും ഓ ഹല്ലേലൂയ ഉഡാലാമാനാമാന ശംബരാധരാധര സകല പുണ്യവാള ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ കൊന്ത ചൊല്ലി അടുത്തു വരപ്പെടുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളെ ആത്മാവിൽ ഞങ്ങൾ വെട്ടിക്കളയുന്നു. ദൈവസഭയുടെ മുൻപോട്ടുള്ള ഗമനങ്ങളെ പിടിച്ചമർത്തപ്പെട്ട ഹല്ലേലൂയ സ്വതന്ത്ര ഇരുട്ടിൻ്റെ അധികാരത്തെ ഇന്നു പകൽ ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുക. ഓ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. എല്ലാ ജാതിക ശക്തികളും മാറിപ്പോകട്ടെ. എല്ലാം നാലാം വേദത്തിന്റെ ശക്തികളും മാറിപ്പോകട്ടെ. ഈ സഭയ്ക്കകത്ത് വെളിപ്പാടുകളുടെ കലവറകൾ തുറക്കപ്പെടേണ്ടതിനായി ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിന്ന് പകൽക്കാലം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവേ ഈ വെളിപ്പാട് എനിക്കും ഉണ്ടായി വരണം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ്ലീഹയ്ക്ക് ഈ വെളിപ്പാടുണ്ടാകാനുള്ള കാരണം, പൗലോസ്ലീഹയ്ക്ക് വെളിപ്പാട് ലഭിക്കപ്പെട്ടതിന്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 9 പൗലോസിന്റെ ചരിത്രം നമ്മൾ പ്രാരംഭത്തിൽ കാണപ്പെടും. 8-ാം അധ്യായം അവസാനം തുടങ്ങി 9. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി അല്ലെങ്കിൽ 9 മുതൽ ഏതാണ്ട് അല്ലെങ്കിൽ 16-17 അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1-2 അധ്യായമായിരിക്കും ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷയിൽ ഞാൻ ആത്മാവിൽ കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിന് തരുന്ന വെളിപ്പാടുകൾ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലാകാം. പൗലോസിന് ഈ വെളിപ്പാട് ലഭിക്കപ്പെടുന്നത് 9-ാം അധ്യായമാണ്. അപ്പോസ്തലപ്രവൃത്തി 9. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസ്. നമ്മൾ എന്തിനാണ് ദമസ്കോസിലേക്ക് പോകുന്നത്? ഈ മാർഗത്തിൽ ആരാധിക്കുന്നവരെ അഥവാ നമുക്ക് അഥവാ പെന്തക്കോസ് സഭയ്ക്ക് ആദ്യം ലഭിക്കപ്പെട്ട പേരെന്നറിയാമോ? ഈ മാർഗക്കാരെന്ന.
നമ്മളെ വിളിച്ചിരുന്നത് എന്താണ്? അപ്പോസ്തലപ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഈ മാർഗ്ഗക്കാർ. ഹല്ലേലൂയ. ആദ്യം നമുക്ക് ലഭിക്കപ്പെട്ട പേരതാണ്, ഈ മാർഗത്തിൽ ആരാധിക്കുന്ന, അഥവാ യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭയിലെ ആൾക്കാരെ ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദമസ്കോസിലേക്ക് യെരുശലേമിൽ നിന്ന് അധികാരപത്രം വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ശൗലിനെയാണ് നമ്മൾ വായിക്കുന്നത്. ശൗലിന് 2 പേരുകളാണ് ഉള്ളത്. ഒന്ന് ശൗലെന്നും പൗലോസൊന്നും. ഹല്ലേലൂയ. ഈ 2 പേരും നമ്മൾ പഠിച്ച് ചിലപ്പോൾ അറിവിൽ നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കാം. ഇത് 2 പൗരോഹിത്യത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ്. ഒന്ന് എബ്രായ പൗരോഹിത്യത്തിൽ നിന്നും ശൗലെന്നും, ഹല്ലേലൂയ, റോമ പൗരോഹിത്യത്തിൽ നിന്ന് പൗലോസും എന്ന പേരുമാണ് ലഭിക്കപ്പെട്ടത്. കരം ഉയർത്തിയിരിക്കും കൂടി സ്തോത്രം ചെയ്താട്ട്. അങ്ങനെ എബ്രായനായപ്പെട്ട ശൗൽ യഹൂദ മര്യാദ പ്രകാരം ജീവിച്ചു വരപ്പെട്ടതായ തന്റെ ജനത്തിൽ നടുവിൽ ഏറ്റവും എരിവുള്ളവനായിരുന്നു. അവിടെ വായിച്ച വാക്യം അങ്ങനെയാണ് പറയുന്നത്, ഏറ്റവും എരിവുള്ളവനായിരുന്നു. ന്യായപ്രമാണ പണ്ഡിതനാകപ്പെട്ടു. ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്. അപ്പോസ്തലപ്രവൃത്തി 22 ഇങ്ങനെയാണ് വായിക്കപ്പെടുന്നത്. ഗമാലികന്റെ പാദപിടത്തിൽ ഇരുന്നു കൊണ്ട് തിരുവചനം നന്നായി പഠിക്കപ്പെട്ടതായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്, അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. യെരുശലേമിൽ നിന്ന് ദൈവ ആലയത്തിൽ നിന്ന് മടങ്ങി യേശുവിനെ ആരാധിക്കാൻ വേണ്ടി പോകപ്പെട്ടതായ ജനത്തെ പിടിച്ചുകൊണ്ട് വീണ്ടും യെരുശലേം പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് യാത്ര തിരിക്കപ്പെട്ടതായ ശൗലിന് നേരെ സൂര്യനെ മെല്ലുന്ന ഒരു പ്രകാശം വന്ന് അവന് ചുറ്റുമിന്നുന്നു. അവൻ ആ മിന്നൽ, ആ വെളിച്ചം വന്ന് പതിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, അവന്റെ കണ്ണുകൾ രണ്ടും അടയപ്പെട്ടു. ബൈബിൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ആ വെളിച്ചത്തിൽ നിന്ന് താൻ ഒരു ശബ്ദം കേൾക്കപ്പെടുന്നു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിച്ചത് എന്ത്? ഹല്ലേലൂയ. ഈ ചോദ്യം ശൗലിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വല്ലാതെ മാറ്റമുണ്ടാക്കപ്പെട്ടു. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട്. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തൊക്കെ മറ പോലെ തോന്നുന്നു. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ചോദ്യം ശൗൽ കേൾക്കപ്പെടുമ്പോൾ, ബൈബിൾ പറഞ്ഞ ഇപ്രകാരമാണ്, ശൗൽ കേൾക്കപ്പെടുമ്പോൾ ശൗലിനെ ഞാൻ ഇങ്ങനെ പറയാം, ഈ വാക്യം അതിന്റെ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് ഞാൻ ഇങ്ങനെ പറയാം. എന്നെ പ്രകാശ് സ്തോത്രം ഹല്ലേലൂയ തന്റെ വസതിയാകപ്പെട്ട ഹല്ലേലൂയ പുള്ളിപ്പാറയിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുക. എന്നോട് കൂടെ ഉണ്ടോ? കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എന്നെ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നത് കൊണ്ട് പുള്ളിപ്പാറയിൽ തൻ്റെ കുടുംബ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞു വിടുകയാണ്. പോകുന്ന വഴിയിൽ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കൊട്ടാരക്കര കരിക്കമെത്തപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ്, സന്തോഷേ, എന്നെ ഉപദ്രവിക്കരുത്. ആരുടെ ആവശ്യത്തിനാ പോണേ? കോട്ടയത്ത് നിന്ന് ഞാൻ ആരുടെ ആവശ്യത്തിനാ പോണേ? പ്രകാശ് വാസ ആവശ്യത്തിന്. പോകുന്ന വഴിയിൽ പ്രകാശ് വാസ ഈ കൊട്ടാരക്കര കഴിഞ്ഞു കരിക്കരമെത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേ, നീ എന്നെ ഉപദ്രവിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ശൗൽ പോകുന്ന ആരുടെ ആവശ്യത്തിന് വേണ്ടിട്ടാ? ആരുടെ ആവശ്യത്തിന് വേണ്ടിട്ടാ? യഹോവയെ ആരാധിച്ചു കൊണ്ടിരുന്ന, യെരുശലേം പള്ളിയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ജനം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചു വരികയാണ്. അവരെ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം? യെരുശലേം പള്ളിയിലേക്ക് പോകണം. മനസ്സിലാകുന്നു? പോകുന്ന വഴിയിൽ യഹോവ സംസാരിക്കുകയാണ്, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശൗലിന്റെ കിളി പറന്നു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? താൻ ന്യായപ്രമാണത്തിൽ പഠിച്ചപ്പോൾ ലോകത്തിൽ
ഒത്തിരി ദൈവങ്ങളുണ്ട്, ഒത്തിരി ദൈവങ്ങളുണ്ട്. പക്ഷെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കില്ല. ഹല്ലേലൂയ. എന്നാൽ യഹോവയ്ക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. തന്റെ പിതാക്കന്മാരെ മുഴുവനും പേര് ചൊല്ലി വിളിച്ച എബ്രായ ഭാഷയിൽ സ്തോത്ര പേര് പറഞ്ഞു വിളിച്ച ഉലകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് യഹോവയാണ്. ന്യായപ്രമാണം മുഴുവനും കീറിമുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി, ജീവിക്കുന്ന സംസാരിക്കുന്ന ഒരേ ഒരു ദൈവമുണ്ട്, അവന്റെ പേര് യഹോവ എന്നാണ്. ഹല്ലേലൂയ. ആ യഹോവയുടെ കാര്യം നേടാൻ വേണ്ടി പോകുന്നയിടത്ത് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? പൗലോസ് തിരിച്ച് മറുപടി, ഹല്ലേലൂയ, നീ ആരാകുന്നു? നീ ആരാകുന്നു കർത്താവേ? ഞാൻ ന്യായപ്രമാണത്തിൽ പഠിച്ചപ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് ഞാൻ സേവിക്കുന്ന യഹോവയാണ്. ആ ദൈവത്തിൻ്റെ കാര്യം ചെയ്യാൻ പോകപ്പെട്ടപ്പോൾ എന്നോടത്ത് വേറൊരു സംശലി ശബ്ദം കേൾപ്പിക്കാൻ കഴിവുള്ള ഈ പ്രപഞ്ചത്തിൽ ആരാണ്? ഹല്ലേലൂയ. അടുത്ത മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? പണ്ഡിതന്മാർക്ക് മറഞ്ഞിരുന്നത്, ഗമാലികനും മറഞ്ഞിരുന്നത്, സ്തോത്ര ദൈവമേ യഹോവേ നീയാണ് യേശു എങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും തെറ്റല്ലേ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ നീയാണ് യഹോവ എന്ന് ന്യായപ്രമാണത്തിൽ ഞങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, പുസ്തകം നിങ്ങൾ വെറുതെ വായിച്ചാൽ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഇപ്രകാരം പറയും, എൻ്റെ തമ്പുരാന് നിങ്ങളോട് കരുണയുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ഹല്ലേലൂയ മേലാൽ സംഭവിപ്പാനുള്ളത് നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, ഈ ദേശത്ത് ഹല്ലേലൂയ സംഭവിപ്പാനുള്ളത് ഇന്ന് പകൽക്കാലം മറ നീക്കി വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. രക്തം വചനം ജയം, രക്തം വചനം ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. ഇന്ന് പകൽക്കാലം യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന് മനസ്സിലാകപ്പെട്ടു, യഹോവയാണ് യേശു എന്ന് ന്യായപ്രമാണത്തിൽ ഇതുവരെയ്ക്കും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇത് പഠിക്കണമെങ്കിൽ ഇനി നേരെ ഏത് പണ്ഡിതന്റെ അടുത്ത് പോകും? കാരണം അന്നത്തെ ഏറ്റവും വലിയ ടോപ്പാണ് ഗമാലിയൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി സ്തോത്രത്തിൽ വായിച്ച വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ആ യേശുവിനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ പോയില്ല. അപ്പോസ്തലന്മാരുടെ അടുക്കലും പോയില്ല. കാരണം അവര് സാധാരണ മനുഷ്യരാണ്. വചന പണ്ഡിതന്മാരൊന്നുമല്ല അപ്പോസ്തലന്മാർ. അവർ വെറും മുക്കുവന്മാരാണ്. വചനത്തെക്കുറിച്ചുള്ള യാതൊരു വെളിപ്പാടും അവർക്ക് പറഞ്ഞു തരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നേരെ അറബിയയിലേക്ക് ചെന്ന് മരുഭൂമിയിൽ 3.5 കൊല്ലം മുഴങ്കാൽ മടക്കി. ഓ ഹല്ലേലൂയ. ശതരതനഗടഗതി. ഇന്ന് പകൽക്കാലം നീ ഒറ്റപ്പെടാൻ തയ്യാറായാൽ യേശു ആരാണെന്ന് വെളിപ്പെട്ട് വരും.
നീ ചിലരുടെ മുന്നിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കുടുംബക്കാരുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ചാർച്ചക്കാരുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സമൂഹത്തിന്റെ നടുവിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തമ്പുരാൻ നിന്നെ കൈവിട്ടതല്ല. എനിക്ക് എൻ്റെ ദൈവത്തിന് എന്നിൽ വെളിപ്പെട്ടു വരാൻ എൻ്റെ ദൈവത്തിനൊരു അവസരം എൻ്റെ തമ്പുരാൻ ഒരുക്കി തരികയാ. ഓ നീ സഭയുടെ നടുവിൽ ഒറ്റപ്പെട്ട് തുടങ്ങിയെങ്കിൽ, ദേശക്കാരുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയെങ്കിൽ, ചാർച്ചക്കാരുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ നീ പഠിക്കുന്ന കോളേജിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയെങ്കിൽ, പഠിക്കുന്ന സ്കൂളിൽ നീ ഒറ്റപ്പെട്ട് തുടങ്ങിയെങ്കിൽ, ഇന്ന് പകൽ സ്വർഗം പറയുന്നു അവന് നിന്നിൽ വെളിപ്പെടാൻ പോകുക. ഓ ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്നത് എന്തിനെന്നറിയാമോ? എന്റെ ദൈവത്തിന് നിന്നിൽ വെളിപ്പെട്ടു വരാൻ. ഓ നീ നിന്റെ വീട്ടിൽ നിന്നാൽ നീ ദൈവത്തെ കുറിച്ച് തിരിച്ചറിയപ്പെടുകയില്ല. നിന്റെ കൂട്ടുകാരുടെ നടുവിൽ നിന്നാൽ ഈ ദൈവത്തെ കുറിച്ച് നിനക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ഇന്ന് പകൽ സ്വർഗം പറയുന്നു മരുഭൂമിയിലേക്ക് ചെല്ലുക. ഓ ഹല്ലേലൂയ. ഉപവാസമാകുന്ന മരുഭൂമിയിലേക്ക് ഇന്ന് പകൽക്കാലം ആരെല്ലാം കയറി വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ആഹാരം വെടിഞ്ഞ്, ഹല്ലേലൂയ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വെടിഞ്ഞ് എല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നീ വന്നിരിക്കുന്നെങ്കിൽ നിന്റെ അടുക്കൽ വെളിപ്പെടാതെ വേറെ ആരുടെ അടുക്കലാണ് എൻ്റെ കർത്താവ് വെളിപ്പെട്ടു വരിക? ഓ വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ. ഈ പകൽ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് എൻ്റെ യേശു ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പൂർണ്ണ ആളത്വത്തോടെ, പൂർണ്ണ മഹത്വത്തോടെ, പൂർണ്ണ ശക്തിയോടെ ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. ഓ ശാബാരാബാരാബാര വെളിപ്പെട്ടു വരും. യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ വെളിപ്പെട്ടു വരും. ഓ ഹല്ലേലൂയ. രക്തം വചനം ചെയ്യാം, രക്തം വചനം ചെയ്യാം, രക്തം വചനം ചെയ്യാം, രക്തം രക്തം വചനം ചെയ്യാം, 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 രക്തത്താലും വചനത്താലും ചെയ്യാം, രക്തത്താലും വചനത്താലും ചെയ്യാം. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് സ്വയം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇത് പഠിക്കണമെങ്കിൽ ഒരു മരുഭൂമി ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഒറ്റപ്പെടൽ ആവശ്യമാണ്. എനിക്ക് മാറിയിരുന്നെങ്കിൽ മാത്രമേ ഈ യേശുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ഇപ്രകാരം പറയും, മാറിയിരിക്കുന്ന നിനക്ക് വെറുതെ അല്ല കർത്താവ് വെളിപ്പെട്ട് വരാൻ പോകുക. അവൻ്റെ പൂർണ്ണ ആളത്വത്തോടെ അവൻ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന് യേശു വെളിപ്പെട്ട് വന്നപ്പോൾ അവൻ സ്വയം വെളിപ്പാട് പ്രാപിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് പോയി സ്തോത്രമല്ലി സലണ്ടറായി. എന്നാൽ യോഹന്നാന് ഈ വെളിപ്പാട് വന്നപ്പോൾ സ്വയം തെരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിൽ എത്തപ്പെട്ടത് സ്വയം തീരുമാനത്താലല്ല. അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ സ്തോത്രമല്ലേലൂയ ദേശത്തിനും കുടുംബക്കാർക്കും തലവേദനയായ ആൾക്കാരെ നാട് കടത്താറുണ്ട്. ഹല്ലേലൂയ. നീണ്ട 25 വർഷം എഫെസോസിലെ സഭയിലെ ശുശ്രൂഷകനായിരുന്ന യോഹന്നാൻ സ്തോത്രം ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ യോഹന്നാനെ നാട് കടത്തുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിലേക്ക്, ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് യോഹന്നാനെ മറ്റുള്ളവർ നിർബന്ധിച്ച്
ഹല്ലേലൂയ നാട് കടത്തുകയാണ്. ഇന്ന് പകൽ ഞാൻ എന്നെ ഹല്ലേലൂയ ആത്മാവിലൊരു വെളിപ്പാട് ഞാൻ കൈമാറപ്പെടാ. ഹല്ലേലൂയ നീ തെറ്റുകാരനല്ലാഞ്ഞിട്ടും നീ തെറ്റുകാരിയെ പോലെ നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് നീ നിൽക്കുന്നെങ്കിൽ ഓർത്തോണം, എൻ്റെ ദൈവം നിന്റെ പുറകിൽ വെളിപ്പെടാൻ പോകുകയാണ്. യോഹന്നാൻ കാണുന്ന കാഴ്ച ഇപ്രകാരമാണ്. എൻ്റെ പുറകിൽ കേട്ട നാദമെന്തെന്ന് കേൾക്കേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കപ്പെടുമ്പോൾ വെള്ളോട് സദൃശം കാലുള്ളവനായി, മാറത്ത് പൊങ്കച്ച കെട്ടിയവനായി, അല്ലെങ്കിൽ ഇരുവായ്ത്തലയുള്ള വാളുള്ളവനായി എൻ്റെ ദൈവം യോഹന്നാന്റെ പുറകിൽ പ്രത്യക്ഷമായി യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ടോ, നീ ഭയപ്പെടേണ്ട. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ള ഞാൻ നിന്റെ അരിക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മരണത്തിന്റെ നിഴലിൽ കൂടി നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിന്റെ അരികിൽ ഞാനുണ്ട്. ഓ റീബാല ബാല ബാര 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 ചുടാല ബാര 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 ബാര. ഹല്ലേലൂയ, ഗ്ലോറി. ഓ രക്തം രക്തം രക്തം, വചനം ജയം. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. ഇന്ന് പകൽക്കൽ ആരൊക്കെയോ നിന്നെ തള്ളി നീക്കി, ആരൊക്കെയോ നിന്നെ ഒറ്റപ്പെടുത്തി, ആരൊക്കെയോ നിന്നെ സമൂഹത്തിന്റെ നടുവിൽ മാറ്റി നിർത്തി, ഇന്ന് പകൽക്കൽ മാറ്റി നിർത്തിയവിടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഓ ഓ റീബാല റാംഭാര ധോലോറിയാല ബാല സുഡാല ബാര 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 അടമാന ബാര ബാര ബിരല ബാല 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 സുഡാല ബാര മാന സന്തരാബരാബര. ഇന്ന് പകൽക്കൽ തുറന്നു വരും, തുറന്നു വരും, തുറന്നു വരും. നിന്റെ ഒറ്റപ്പെടന്റെ അടുക്കൽ എൻ്റെ ദൈവം, എൻ്റെ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. സാബാലോറിയാല റാംഭരാബരാബര അടംബരെ ദിഗൽ പ്രവിടമനകളുടെ കവി അന്തരാബരാബര അസ്തരാജകൽ പ്രവിടമനകളുടെ കവി. ഹല്ലേലൂയ, ഗ്ലോറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയും സ്തോത്രം ലിയാം. എൻ്റെ പ്രസംഗവേളയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ലെവലാണ്. അതിൽ പറയുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ട് പറയാം. ലോകം പറയുന്ന ഇപ്രകാരമാണ്, ലോകം പറയുന്ന ഇപ്രകാരമാണ്: ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ട്. ഹല്ലേലൂയ. ഒരു കട്ടതയുണ്ടെങ്കിൽ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു വിടുതൽ ഉണ്ട്, ഇല്ലേ? അത് ലോകം പറയുന്നതാണ്. എന്നാൽ പുസ്തകം പറയുന്ന അങ്ങനെയല്ല. പുസ്തകം പറയുന്ന എങ്ങനെയെന്ന് അറിയാമോ? കട്ടതയ്ക്കകത്ത് ഞാനുണ്ട്. അല്ലെങ്കിൽ ദൈവം ഉണ്ടതാണ് അനുഗ്രഹം. നിന്റെ ഉയർച്ചയ്ക്കകത്ത് ദൈവമില്ലെങ്കിൽ ഒരു അനുഗ്രഹവും ഇല്ല കേട്ടോ. ഇന്ന് പകൽക്കൽ കണ്ണ് തുറന്ന് കാണണം നിന്റെ കട്ടതയ്ക്കകത്ത് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഭാഷയിലെ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്രകാരം പറയപ്പെടും: നിങ്ങൾ ഒറ്റപ്പെടുന്നിടത്ത് അപ്പനുണ്ടാകില്ല, അമ്മയുണ്ടാകില്ല, സഹോദരങ്ങളുണ്ടാകില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവൻ തന്ന ഒരു യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ആരുടെ നടുവിൽ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് പല തലമുറകളും തെറ്റിപ്പോകുന്നതിന്റെ പുറകിലെയാകും അല്ല ഈ കാരണം. ഞാൻ സിംഗപ്പൂരിലായിരുന്നപ്പോൾ പല വീടുകളിലും പ്രശ്നം ഇതാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പറഞ്ഞ പ്രകാരമാണ്, ഞങ്ങളെക്കാളും ദൈവത്തെ ആരാധിക്കുന്നവന്റെ വീട് അനുഗ്രഹിക്കപ്പെടുന്നല്ലോ. അങ്ങനെയെങ്കിൽ ദൈവം ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി വേള, ഈ പകൽ വേള ഞാൻ ഇപ്രകാരം പറയും: കുഞ്ഞുങ്ങളെ, ഈ കട്ടതയ്ക്കകത്ത് നമ്മുടെ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവർ തകർന്നു പോയിട്ട് നമ്മൾ കൂടെ, അല്ലെങ്കിൽ കട്ടതയിൽ വന്ന പലരും ഇവിടെ ഇല്ലാതെയായി, അവർ ഈ ഭൂമിയിൽ ഇല്ലാതെയായി. പക്ഷെ നമ്മൾ ഇല്ലാതെയാകാതിരിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? അല്ല, നമ്മളോട് കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്ന് പകൽക്കൽ എത്ര പേർ കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നുണ്ട്? നീ ഹൃദയം നുറുങ്ങിയപ്പോൾ എൻ്റെ ദൈവം നിന്റെ സമീപസ്ഥ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകാതിരിക്കുന്നതിന്റെ രഹസ്യം ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. ലോകത്തിന്റെ തത്വം പറയുന്നു, മുൾപ്പടർപ്പ് തീയുടെ മടുവിൽ കത്തിച്ചാരമാകും. പക്ഷെ നീ ചാരമാകാത്തതിന്റെ പുറകിലെ രഹസ്യം ദൈവം നിന്നോട് കൂടെ ഉണ്ടാതുകൊണ്ട്
ഈ സഭയെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ആ ദൂത് വിളിച്ചു പറയോ, ഈ സഭ കത്തിയെറിഞ്ഞൊരു ചാരമാകുമെന്ന്. ദേശം വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ, പിശാച് വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ, ഇത്ര തലയെടുപ്പോടുകൂടി ഈ സഭ ഈ കരിക്കത്ത് ഉയർന്നതിന്റെ പുറകില് രഹസ്യം ദൈവം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതെല്ലാം പ്രതികൂലത്തിൽ കൂടി കടന്നു പോകട്ടെ, എൻ്റെ ദൈവത്തെ കാണണം. ഹല്ലേലൂയ. ഞാൻ ആവേശത്തോടു കൂടെ പറയും, എൻ്റെ കഷ്ടതയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. കാണാൻ കഴിയണം. ആ വെളിപ്പാട് തുറന്നു വരണം. ഹല്ലേലൂയ. നീ ഏത് സാഹചര്യത്തിലെത്തിയാലും നിന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ പുസ്തകം പറയുന്ന വെളിപ്പാടാണ്. നീ ഏത് മൂലയിൽ ചെന്നാലും അവിടെ എൻ്റെ ദൈവമുണ്ട്. ദൈവമില്ലാത്തൊരിടത്ത് നീ എത്തിയിട്ടില്ല. അല്ലെ, ദൈവമില്ലാത്തടത്ത് നീ സ്വയമായി പോകാതിരുന്നാൽ മതി. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരു ഭാഗത്തും എത്തൂല. ഹല്ലേലൂയ. സ്തോത്രം. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിന് ഈ വെളിപ്പാട് കിട്ടേണ്ടതിന് നേരെ അറബിയിലേക്ക് ചെന്നു. വായിച്ച അധ്യായം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: 3.5 കൊല്ലം അവിടെ ഇരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, യഹോവയാണ് യേശുവെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണം. അതാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും എനിക്ക് പറയാൻ ഇല്ല. അവിടെ വായിക്കുന്ന പ്രകാരം 3.5 കൊല്ലം കഴിഞ്ഞ ശേഷം നേരെ മടങ്ങി യെരുശലേമിലേക്ക് വന്നു. സ്തോത്രം. പൗലോസിനെ ആരും കൈക്കൊള്ളാൻ തയ്യാറായില്ല. സ്തോത്രം. വായിക്കുന്ന ഇപ്രകാരമാണ്: ബർന്നബാസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ പരിചയപ്പെടുന്നു. സ്തോത്രം. സ്തോത്രം. സംസാരിച്ചു. ഈ ക്രിസ്തു വെളിപ്പാട് അല്ലെങ്കിൽ പൗലോസ് ബർന്നബാസിന് കൈമാറി കൊടുക്കുന്നു. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇപ്രകാരമാണ്. 9 മുതൽ മുമ്പോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആദ്യം ബർന്നബാസ്, പിന്നെ ശൗൽ. അങ്ങനെയല്ലേ വായിക്കുന്നത്? ശൗലും ബർന്നബാസും എന്നാണോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത്? എന്നാൽ ഒരു 18 അധ്യായം കഴിയപ്പെടുമ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നു: ശൗലും ബർന്നബാസും. ഹല്ലേലൂയ. ഇന്നാണെങ്കിൽ മുട്ടനടി നടക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? എന്നെ പ്രകാശ് ഭാഷയാണ് കയറ്റി വിട്ടെന്ന് വെച്ചു. അപ്പൊ ആദ്യം പ്രകാശ് ഭാഷയുടെ പേര്, പിന്നെ എൻ്റെ പേര്. ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രകാശ് ഭാഷ പേരെൻ്റെ പുറകിലും എൻ്റെ പേര് ഫ്രണ്ടിലും. ഇഷ്ടപ്പെടുവോ? ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ബർന്നബാസിന് മനസ്സിലായി, എന്നെ ഉപയോഗിക്കുന്ന ദൈവം അവനെ ഉപയോഗിക്കുന്നു, ഞാൻ ഇതിനകത്ത് അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല. അതാണ് ആത്മീകന്റെ സ്വഭാവം. അത്രയും പറഞ്ഞ് നിർത്തുന്നു. സ്തോത്രം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ബർന്നബാസ് ഈ വെളിപ്പാട് കിട്ടുന്നു. ബർന്നബാസ് ഈ വെളിപ്പാട് പ്രാപിച്ചു. തനിക്ക് ഇതുപോലെ സഭയിൽ വന്ന് ആരാധിക്കുന്ന, അന്തോക്യ സഭയിൽ ആരാധിക്കുന്ന ജനം ബർന്നബാസ് പ്രസംഗിക്കാൻ സമയം കിട്ടുമ്പോൾ പ്രകാരം പറയും: എന്നോടും കൂടെ പൗലോസ് എന്ന് പറയുന്ന ശൗൽ വന്നിട്ടുണ്ട്. ഇന്നലകളിൽ അവൻ ഉപദ്രവയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവനൊരു വെളിപ്പാട് ലഭിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് അവന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ബർന്നബാസിന്റെ ക്ഷണത്തിൽ, ബർന്നബാസിന്റെ അവസരത്തെ പൗലോസ് ശക്തമായി ക്രിസ്തു വെളിപ്പാട് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. അങ്ങനെയാണ് 9-ാം അധ്യായം വായിക്കുന്നത്. യഹൂദന്മാരെ മിണ്ടാതെയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13. സ്തോത്രം. സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ ആത്മനിറവോടുകൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ഹല്ലേലൂയ ദേശത്ത് സഞ്ചരിച്ച് ഒരു ശബത്താകപ്പെട്ടപ്പോൾ അവർ സ്തോത്രം ഹല്ലേലൂയ ഒരു സിനഗോഗിൽ ചെന്നു. ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗിലെ അന്നത്തെ പുരോഹിതൻ പറഞ്ഞു: ബർന്നബാസിനും ശൗലിനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹല്ലേലൂയ. ശൗലിന് അവസരം ലഭിക്കപ്പെട്ടു. ശൗൽ എഴുന്നേറ്റ് ദൈവവചനം വെളിപ്പെടുത്തി. 13-ാം അധ്യായം വായിക്കുന്ന അങ്ങനെയാണ്: ശൗൽ
യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടുകൾ കൈമാറി. ഹല്ലേലൂയ. പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും ജനം പിരിഞ്ഞു പോകാൻ സമയത്ത് എല്ലാവരും വന്നിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റേ അടുത്ത ആഴ്ച കൂടി വന്ന് ഈ പ്രസംഗം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് 13-ാം അധ്യായം 44-ാമത്തെ വാക്യം, അടുത്ത ആഴ്ച വന്ന് ഈ വചനം പറഞ്ഞു തരണമെന്ന് ജനം നിർബന്ധിച്ചു. അങ്ങനെ പിറ്റേ ശബത്തിൽ എവിടെ എത്തപ്പെടുന്നു? അതേ പള്ളിയിൽ പ്രസംഗിക്കാൻ വരുന്നു. 44-ാം വാക്യം മുതൽ താഴോട്ടൊന്ന് വായിച്ചോ. 44. ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കാൻ വന്നു. കാരണം എന്താണ്? കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം സൂപ്പറായിരുന്നു. ഹല്ലേലൂയ. കേട്ടവർ ഒരു പുതിയ വെളിപ്പാട് പറയുന്ന ഒരാൾ നമ്മുടെ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് വരാൻ പറഞ്ഞു. ഏകദേശം ആൾക്കാരെല്ലാം വന്നു. പ്രസംഗം തുടങ്ങി. കഴിഞ്ഞ ആഴ്ച 10 മിനിറ്റാണ് കൊടുത്തത്. ഈ ആഴ്ച 1 മണിക്കൂർ സമയം കൊടുത്തു. ഹല്ലേലൂയ. ഈ വെളിപ്പാടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭക്തിയുള്ള സഹോദരിമാരും ന്യായപ്രമാണ പണ്ഡിതന്മാരും എഴുന്നേറ്റിട്ട് ഇപ്രകാരം പറഞ്ഞു, നിർത്തിടാ നിന്റെ പ്രസംഗം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? ജനമിളകി. പ്രസംഗം മുഴിപ്പിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, വിളിച്ചു വരുത്തിയിട്ട് ഒരാളെടുത്ത് ഇരിക്കടാ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണോ? ഭയങ്കര സന്തോഷമല്ലേ? ഹല്ലേലൂയ. ഒരു വലിയ അപമാനമാണല്ലേ? ഈ അപമാനം വന്നപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവിടെ എഴുതിയിട്ടില്ല, പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച കാര്യം പറയാം. പൗലോസ് കണ്ണടച്ചൊരു പ്രാർത്ഥന, ദൈവമേ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ വന്നത്? പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ അടുത്ത് അനന്യാസ് ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ഹല്ലേലൂയ. എന്താണ് അനന്യാസ് പറഞ്ഞ ദൂത്? 9-ാം അധ്യായം. അനന്യാസ് പറഞ്ഞ ദൂത് ഇതായിരുന്നു, ഇവൻ ജാതികൾക്കും രാജാക്കന്മാർക്കും വിശേഷാൽ യഹൂദന്മാർക്കും തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രമാകുന്നു. എവിടെ? ജാതികൾക്കും രാജാക്കന്മാർക്കും, ഇസ്രായേലിലെ സകലർക്കും ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രം. കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി, ഇപ്പൊ നിൽക്കുന്ന എവിടെയെന്നറിയാവോ? ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? എവിടെയാ നിൽക്കുന്നേ? ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? 3 പറഞ്ഞ സ്ഥലത്ത്. എവിടെയാ? യഹൂദന്മാരുടെ ഇടയിൽ. എന്നോട് കൂടെ വരുന്നുണ്ടോ? അപ്പോൾ മനസ്സിലായി, സ്വതന്ത്രം എന്നെ ഇപ്പൊ തമ്പുരാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ജാതികളുടെ ഇടയിലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവര്, ചില അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പിശാചിന്റെ പോരാട്ടം ഒന്നും പറയണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി. തമ്പുരാൻ വെളിപ്പെടുത്തി തരും. നീ നിൽക്കുന്ന പൊസിഷൻ ശരിയല്ല. അവിടെയല്ല നിന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു തലത്തേക്ക് തമ്പുരാന് ഉപയോഗിക്കാനുണ്ട്. നിന്നോട് പറഞ്ഞ ആലോചന അതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ പിന്നെ ചവിട്ടി നിൽക്കരുത്, ഓടിക്കോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗൽ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ജാതികളുടെ ഇടയിൽ ദൈവത്തെ ഉയർത്താൻ തയ്യാറാകുകയോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ നീ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. നീ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നീ വേദനയിൽ കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തുന്നത് വരെ ചെയ്യുന്നതിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകില്ല. ചെയ്യുന്നത് പൂർത്തീകരണത്തിലേക്കും ദൈവിക ഇടപെടലുകളിലേക്കും വരണമെങ്കിൽ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, വിളിച്ച വിളി എന്തെന്ന് ഓർത്ത് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുമ്പോൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മടിക്കണ്ട,
ദൈവം കാണിച്ച നേരെ ഓടിക്കോണം. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ തുടങ്ങി. 14-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. വലിയ കൂട്ടം ജനം മാനസാന്തരപ്പെട്ടു. വലിയ വിശാലത വെളിപ്പെട്ടു. വലിയ വിശാലത. ഇങ്ങനെ പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. സ്തോത്രം. യെരുശലേമാണ് സ്തോത്രം ഹല്ലേലൂയ ഈ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ആസ്ഥാനം തിരുവല്ലയാണ്, അല്ലേ? വലിയ ഉണർവ് തിരുവല്ലയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് കൊട്ടാരക്കരയിൽ മീറ്റിംഗ് നടന്നത്, ശുശ്രൂഷയായിരുന്നു. 2025 ആയപ്പോൾ കൊട്ടാരക്കരയിൽ വലിയ ഉണർവ്. ഹല്ലേലൂയ. തിരുവല്ലയിൽ ജനറൽ കൺവെൻഷന് കൂടിയാൽ 12,000 പേര് അല്ലെങ്കിൽ 15,000 പേര്. പക്ഷെ കൊട്ടാരക്കരയിൽ ഒരു സഭ മീറ്റിംഗ് വെച്ചപ്പോൾ 1,00,000 പേര്. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെയായിരുന്നു മാറ്റം. അന്ത്യോക്യയിലെ ഉണർവ് ഭയങ്കരമായിരുന്നു. യെരുശലേമിലെ ഉണർവിനേക്കാളും അന്ത്യോക്യയിൽ വലിയ കൂട്ടം ജനം ദൈവത്തിലേക്ക് വന്നു. ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വലിയ കൂട്ടം ജനം സഭയ്ക്കകത്ത് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വലിയ പ്രശ്നമായി. ആള് കൂടുന്നതിനനുസരിച്ചാണ് പ്രശ്നം കൂടുന്നത് കേട്ടോ. ഹല്ലേലൂയ. 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 അവിടെ നമുക്ക് പറ്റുന്ന അബദ്ധം ഞാൻ പറയാം. ആള് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പൈസയുള്ളതും ബുദ്ധിയുള്ള ആൾക്കാരെയാണ് ചുമതല ഏൽപ്പിക്കുന്നത്, ഇല്ലേ? ഏറ്റവും വലിയ അപകടമാണ് പൈസയുള്ള ആളിനെയും ബുദ്ധിയുള്ള ആളിനെയും ചുമതല ഏൽപ്പിച്ചാൽ വലിയ പ്രശ്നങ്ങൾ നടക്കും. സഭയ്ക്കകത്ത് നടന്ന കാര്യമാണ്, ഇവിടുത്തെ കാര്യമല്ലേ? കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പിന്നെ ആരെ ഏൽപ്പിക്കണം എന്നറിയാമോ? പുസ്തകം പറയുന്ന ആരെ ഏൽപ്പിക്കണം എന്നറിയാമോ? ആത്മാവുള്ളവനെ. അവന് ചിലപ്പോൾ പൈസ ഉണ്ടാവൂല, അവന് ചിലപ്പോൾ വണ്ടി ഉണ്ടാവൂല, പക്ഷെ അവൻ ആത്മാവുള്ളത് കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ പ്രശ്നം ഞാൻ പറയാം. സഭയുടെ പ്രശ്നം 6-ാം അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6. യവനായ വിധവമാരും എബ്രായ വിധവമാരും തമ്മിൽ വലിയ പ്രശ്നം. പ്രശ്നം ഇതാണ്. എന്നെ പഠിപ്പിച്ചത് നമ്മുടെ റോയ് ചെറിയാൻ പാസ്റ്ററാണ്. അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിച്ചത്. സാറ് പറഞ്ഞ ഇപ്രകാരമാണ്: കഞ്ഞി പ്രശ്നം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം വലിയ അടി നടക്കുന്നു. ഹല്ലേലൂയ. 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 ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. എനിക്ക് മുഖവര ഒന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെങ്കിലേ എൻ്റെ ആ ദൂതിലേക്ക് എനിക്കൊന്ന് വരാൻ പറ്റുള്ളൂ. സ്തോത്രം. കരമേർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ അപ്പോസ്തലന്മാർ ചെയ്തത് കേട്ടോ എന്തെന്നറിയാമോ? ആത്മാവും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. കണ്ടോ? അപ്പം ആള് കൂടുമ്പോൾ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കാവൂ? ആത്മാവും വേണം, നല്ല സാക്ഷ്യവും വേണം. നമുക്ക് ഇന്ന പ്രശ്നം എത്രയേ ഉള്ളൂ, ആത്മാവുണ്ടെങ്കിൽ സാക്ഷ്യമില്ല, സാക്ഷി ഉണ്ടെങ്കിൽ ആത്മാവുമില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും വേണ്ടേ സഭയ്ക്കകത്ത്? കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. സ്തോത്രം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ആത്മാവ് നിറവുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രശ്നം ഞാൻ ഇങ്ങനെ പറയാം, വിശദീകരിക്കാം. 2 ഭാഷക്കാരാണ്. ആരൊക്കെയാ? യവനായ ഭാഷക്കാരും എബ്രായ ഭാഷ. ഞാൻ ഇങ്ങനെ പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കുറേ പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ, കുറച്ച് പേർക്ക് മലയാളം അറിയാം. എനിക്കാണെങ്കിൽ മലയാളം വിട്ട് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. സ്വതന്ത്രം ഇന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നെന്ന് വെച്ചോ. തന്നിട്ടില്ല, എന്നെ വിടണം, തന്നിട്ടില്ല. ഹല്ലേലൂയ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ. അപ്പം പാസ് തന്ന ഗിഫ്റ്റുമായിട്ട് ഞാൻ ഈ മോളെ എടുത്തു വന്നു. മോള് പേരെന്തോക്കള്? ഒട്ടിയ പേര് പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇവളുടെ കയ്യിൽ കൊടുത്തു. കാരണം എന്താണ്? ഇവൾക്ക് മലയാളം. ആ മോളുടെ അടുക്കൽ പോയപ്പോൾ പേര് ചോദിച്ചപ്പോൾ അവൾക്ക് അറിഞ്ഞുകൂടാ. അവൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. ഞാൻ എന്ത് ചെയ്തു? പൊതി കൊടുത്ത് അടുത്താണ്ട് എടുത്തു. മലയാളം അറിയാവുന്ന അടുക്കൽ വരുമ്പോൾ ഞാൻ നിന്ന് സംസാരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന അടുക്കൽ പേര് ചോദിക്കുമ്പോൾ തന്നെ അറിയാം, കൊടുത്തു. പാസ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ മാത്രം പെട്ടെന്ന് പോകും. ഇന്നാരെ വീട്ടിൽ പാസ് മണിക്കൂറുകളോളം പ്രശ്നം ഉണ്ടാവും. വേറെ വലിയ വഴിയുണ്ടാവും. എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയും, സ്വതന്ത്രിൽ തള്ളയാടുകളെ നടത്തിയും കുഞ്ഞാടുകളെ തോളിലും എടുക്കണമെന്നാണ് പുസ്തകം. വീണ് കിടക്കുന്നവൻ്റെ അടുക്കൽ ചിലപ്പോൾ പാസ്റ്റർ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് വരും. അതിൻ്റെ പേരിൽ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാകരുത്. പോയോ നിങ്ങളെല്ലാവരും? ശക്തിയോടെ സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ വിടുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം. പ്രശ്നം പരിഹരിക്കാൻ ആത്മാവും നല്ല സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അത് പിന്നെ രഹസ്യമുണ്ട്. ഇവർ യഹൂദ മര്യാദ അനുസരിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് പരിച്ഛേദന. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് എന്തും തിന്നാം, പക്ഷേ യഹൂദന്മാർക്ക് എന്തും തിന്നാൻ പറ്റില്ല. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത, എല്ലാ ദിവസവും അവർ ഒരുമിച്ച് പള്ളിയിൽ കൂടും. എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ്? നമ്മൾ മാസയോഗത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ല, ഇത് എല്ലാവരും കൂടി വരുമ്പോഴെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിന് കാരണമുണ്ട്. 3 കാരണങ്ങളാണ്. സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് 2 മീൻകറി വെക്കേണ്ടി വരുന്നു. ഹല്ലേലൂയ. യഹൂദന് ചെതുമ്പലില്ലാത്ത മീൻ കഴിക്കാൻ പറ്റില്ല. ജാതികൾക്കാണെങ്കിൽ എന്ത് പ്രശ്നമായി. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വലിയ ഇഷ്യൂസായി. സ്തോത്രം. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതിന് നേരെ യെരുശലേമിലേക്ക്, അന്ത്യോക്യയിൽ പോവുക. 15-ാം അധ്യായം വായിക്കുന്നത് ഇങ്ങനെയാണ്. യെരുശലേമിൽ അന്ത്യോക്യയിൽ 1-ാമത്തെ കൗൺസിൽ കൂടുകയാണ്. 1-ാമത്തെ കൗൺസിൽ. ഹല്ലേലൂയ. പ്രശ്നം പരിഹരിക്കേണ്ടതിന് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു. യഹൂദന്മാരുടെ ഇടയിൽ വന്ന ആൾക്കാരുടെ കാര്യം പറയാൻ പറഞ്ഞു. അവർ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് തീർന്നപ്പോൾ ബർണബാസും ശൗലും വന്ന കാര്യം ബോധിപ്പിക്കേണ്ടതിന് യാക്കോബ് നിർദ്ദേശം നൽകുന്നു. 15-ാം അധ്യായത്തിലെ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വാത്സല്യ ദേവദാസനെ, എനിക്ക് ഇതുപോലൊരു അനുഭവമുണ്ട്. ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഒരു യഹൂദനായതുകൊണ്ട് യഹൂദ മര്യാദ വിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ദിവസം എനിക്ക് വിശന്നിരിക്കുമ്പോൾ ആകാശത്തു നിന്ന് സ്തോത്രം തുപ്പട്ടി ഇറക്കി തന്നിട്ട് പറഞ്ഞു, നീ അറുത്ത് ഭക്ഷിച്ചു കൊള്ളുക. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് എല്ലാ വക സാധനവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു, അശുദ്ധമായതൊന്നും ഞാൻ ഇതുവരേക്കും കഴിച്ചിട്ടില്ല. തുപ്പട്ടി മുകളിലോട്ട് കയറിപ്പോയി. വീണ്ടും വിശന്ന് കണ്ണുനീരൊഴുക്കിയപ്പോൾ വീണ്ടും തുപ്പട്ടി താഴോട്ട് വന്നു. ഇത് തന്നെയാണ് സംഭവം. 3 പ്രാവശ്യം വന്നു. 3-ാമത്തെ പ്രാവശ്യം ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ വിശുദ്ധനെന്ന് ഒരുത്തനെ എണ്ണിയാൽ നിനക്കെങ്ങനെ അശുദ്ധനായി കാണാൻ പറ്റും? നേരെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ കടന്നു പോകപ്പെട്ടു. സ്ത്രീലിയം അവരുടെ ഇടയിൽ സ്തോത്രലിയ ജാതികനാകപ്പെട്ട കൊർന്നൊല്യോസിന്റെ വീട്ടിൽ ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദിയിൽ നമ്മുടെ മേൽ വന്ന അതേ ആത്മാവ് കൊർന്നൊല്യോസിന്റെ വീട്ടിലെ സകല കുഞ്ഞുങ്ങളുടെ മേലും വന്നു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, പ്രിയമുള്ളവരെ, നമുക്ക് മുഖവശം ഉണ്ടെങ്കിലും ദൈവത്തിനില്ലെന്ന് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സഭയ്ക്കകത്ത് പരിഹാരം ഉണ്ടാകണമെങ്കിൽ മുഖപക്ഷമില്ലാതിരിക്കണം. ശക്തിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. പൈസ ഉള്ളവനും കാണാം, പൈസ ഇല്ലാത്തവനും കാണാം.
നിറമുള്ളവനും കാണാം, നിറമില്ലാത്തവനും കാണാം, പണ്ഡിതനും കാണാം, പാമരനും കാണാം. ആരായാലും സഭയ്ക്കകത്ത് ഒറ്റ സ്ഥാനമേ ഉള്ളൂ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രശ്നം പരിഹരിച്ചു. അവരെടുത്ത് പറഞ്ഞു പ്രകാരം പറഞ്ഞു, ജാതികളിൽ നിന്ന് വരുന്നവരെ അസഹ്യപ്പെടുത്തരുത്. രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം, വിഗ്രഹാർപ്പിതം, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അവരോട് പറയുക. പൗലോസ് പറയുന്ന ഈ ക്രിസ്തു വെളിപ്പാടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ന്യായപ്രമാണം പറയുന്നു, രണ്ടുപേർ പറയുന്ന ഒരു കാര്യം ഒരുപോലെ വരുന്നെങ്കിൽ അത് സത്യമെന്ന് സമർത്ഥിക്കണം. അതുകൊണ്ട് നമുക്കിത് പഠന വിഷയമാക്കണം. കാരണം പൗലോസ് പറയുന്നതിനകത്ത് എന്തെങ്കിലും ആഴമുണ്ടെങ്കിൽ നമുക്കത് പഠനമാക്കാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. ഇവിടെ യെരുശലേമിലേക്ക് അന്ത്യോക്യയിൽ നിന്ന് വീണ്ടും യാത്ര ചെയ്യുന്നു. എത്ര വർഷം കഴിഞ്ഞ ശേഷം? 14 ആണ്ട് കഴിഞ്ഞ ശേഷം. ഏത് 14 ആണ്ട് കഴിഞ്ഞ ശേഷം? എന്നോട് കൂടെ ഉണ്ടോ? നിങ്ങൾ നിർത്തേണ്ട ടൈം ആയെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ നിർത്തിക്കോളാം. സോറിയം. ഏത് 14 ആണ്ട് കഴിഞ്ഞ ശേഷം? അപ്പോസ്തല പ്രവൃത്തി 15-ലെ 1-ാമത്തെ കൗൺസിലിൽ കൂടിയ 14 ആണ്ട് കഴിഞ്ഞ ശേഷം. എന്നോട് കൂടെ ഉണ്ടോ? എന്തിനാണ് വന്നത്? ഒരു വെളിപ്പാട് പ്രകാരമാണ് വന്നത്. ഹല്ലേലൂയ. ആ വെളിപ്പാട് ഞാൻ സമർത്ഥിപ്പിക്കേണ്ടതിന് ഞാൻ വന്നപ്പോൾ ഇപ്പോൾ എന്നോട് കൂടെ തീത്തോസുമുണ്ട്. അവനൊരു ജാതികനാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പരിച്ഛേദന ഏൽക്കണമെന്ന് ആരും നിർബന്ധിച്ചില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രശ്നങ്ങൾ അപ്പോസ്തലന്മാർക്ക് ക്രിസ്തു വെളിപ്പാട് കിട്ടാൻ 14 വർഷം എടുത്തു. എത്ര വർഷം എടുത്തു? അപ്പൊ നമുക്ക് എത്ര വർഷം എടുക്കും? അപ്പോസ്തലന്മാർക്ക് വെളിപ്പാട് കിട്ടാൻ വേണ്ടിയിട്ട് 14 കൊല്ലം. പൗലോസിന് 3.5 കൊല്ലം. അപ്പൊ നമുക്കിനി എത്ര കൊല്ലമാണെന്തോ? ഹല്ലേലൂയ. സ്തോത്രം. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. വിടുന്നു, വേഗത്തിൽ വിടുന്നു. സ്തോത്രം. 14 ആണ്ട് കഴിഞ്ഞ് വെളിപ്പാട് പറഞ്ഞു, ബോധ്യപ്പെടുത്തി. ഒറ്റ കാര്യം മാത്രമേ അപ്പോസ്തലന്മാർ ഞങ്ങളോട് പറഞ്ഞുള്ളൂ: ദരിദ്രരെ സംരക്ഷിക്കണമെന്ന് മാത്രം. വേറൊരു നിർദ്ദേശവും ഞങ്ങളോട് പറഞ്ഞില്ല. ദരിദ്രരെ ഇല്ലായ്മയോടുകൂടി ദൈവത്തെ അറിഞ്ഞവരെ നിങ്ങൾ കൈക്കൊള്ളണം, അവർക്ക് വേണ്ടി കരുതിക്കൊള്ളണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സഭയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നമ്മൾ നാശം മുഴുവനും ചാരിറ്റി ചെയ്യും, സഭയ്ക്കകത്തുള്ള ഒരുത്തനൊന്നും കൊടുക്കൂല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, സഭയ്ക്കകത്തുള്ളവനെ സഹായിച്ച് അവനെ ഒന്ന് പ്രാപ്തനാക്കിയിട്ട് മാത്രം മതി പുറത്തോട്ടുള്ള ചാരിറ്റി. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പുറത്തുള്ള ആൾക്കാരെ വിളിക്കറിഞ്ഞ് വാ, ഞാൻ സഭയിലോട്ട് വാ. വന്നു കഴിഞ്ഞാൽ അവൻ ഒരു അവൻ നോക്കുമ്പോൾ പള്ളിയിൽ വന്നവൻ ഒരു മാറ്റവും. എന്നോട് കൂടെ ഉണ്ടോ? ശക്തിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. ഈ സ്തോത്രം ചെയ്യിപ്പിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ സാധനം അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്, അത് തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 14 വർഷം കഴിഞ്ഞു, വെളിപ്പാടൊക്കെ പറഞ്ഞു, മടങ്ങി വന്നു. അന്ത്യോക്യയിൽ വീണ്ടും ശുശ്രൂഷ തുടങ്ങി. 14-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യം. മക്കളെ 12-ാമത്തെ വാക്യം മുതൽ വായിച്ചോ. ആ ആ ആ ഉം ഉം ആ ഉം ആ ആ ആ ആ ഉം ആ ഉം 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 ആ ഉം 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 ആ ആ ഉം ഉം മതി 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 മക്കളെ, മതി. സ്വതന്ത്രം. എന്നോട് കൂടെ വരണേ. 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ആരെത്തുന്നു? പത്രോസ് എത്തുന്നു. എവിടെ എത്തുന്നു? അന്ത്യോക്യയിൽ എത്തുന്നു.
ഹല്ലേലൂയ. 14 വർഷം കിട്ടിയ വെളിപ്പാടൊക്കെ പ്രാപിച്ച് എവിടെ വരുന്നു? അന്ത്യോക്യയിൽ വരുന്നു. അന്ത്യോക്യയിൽ ദൈവസഭയോടുകൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ അടുക്കൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നു എന്ന് കേട്ടപ്പോൾ പന്തിയിൽ നിന്ന് പത്രോസ് എഴുന്നേറ്റിട്ട് മാറിയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ജാതികളോട് കൂടി ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ് യഹൂദന്മാർ വരുന്നു എന്ന് കേട്ടപ്പോൾ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്ത് യഹൂദന്മാരുടെ പന്തിയിൽ പോയി ഇരുന്നു. ഈ നീക്കം ബർണ്ണബാസിനെ വരെ തെറ്റിച്ചു. ഹല്ലേലൂയ. ദൈവസഭയിലെ ദൈവമക്കളെ തിരിച്ചറിയണം. ഇവിടെ പൗലോസ് ഈ പത്രോസിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന പ്രകാരമാണ്, ഇരട്ടത്താപ്പ് കാണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിൽ നീ യഹൂദനെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ മര്യാദ പ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കണം. ആളെ കാണുമ്പോൾ ഇങ്ങനെ ഈ മാറി മാറിയുള്ള കളി ദൈവസഭയിലുള്ള ആർക്കും ഇരട്ടത്താപ്പ് പാടില്ല. സത്യദൈവത്തെ അറിഞ്ഞാൽ മരണം വരെ പോരാടി നിന്നോണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ശക്തിയോടൊരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇത് ബർണ്ണബാസിനെ വരെ മാറ്റിയപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദന ഉണ്ടായി. കാരണം 14 കൊല്ലം കൊണ്ട് വെളിപ്പാട് കൈമാറി കൊടുത്തിട്ടും മാറപ്പെട്ടപ്പോൾ പൗലോസ് ഒരു വലിയ പ്രതിസന്ധിയിലായിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ഇതിനകത്തൊരു ഉത്തരവുണ്ടാവണം. ഹല്ലേലൂയ. 2 കൂട്ടമായി മാറി. യഹൂദന്മാരൊരു കൂട്ടം, ജാതികളുടെ ഒരു കൂട്ടം. എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? ഒന്നിൽ സുവിശേഷത്തിന്റെ മര്യാദ പ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ മര്യാദ പ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും യഹൂദന്റെ പിന്തുടർച്ചയല്ല കേട്ടോ. നമ്മൾ സുവിശേഷത്തിന്റെ, സത്യസുവിശേഷത്തിന്റെ, വിശ്വാസത്തിന്റെ മാർഗത്തിന്റെ പിന്തുടരുന്നവരാണ് നമ്മൾ. നമുക്കൊരു മര്യാദയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു വെളിപ്പാട്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ ഒന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് ഉത്തരം പറയണം. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നീതീകരണം ഉണ്ടാകപ്പെട്ടത് എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന്റെ മര്യാദ പ്രകാരമാണോ അതോ വിശ്വാസത്തിന്റെ മര്യാദ പ്രകാരമാണോ? മറുപടി, വിശ്വാസത്തിന്റെ മര്യാദ പ്രകാരം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ന്യായപ്രമാണം ലഭിക്കുന്നതിനും 430 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നവൻ ന്യായപ്രമാണം കൂടാതെ നീതീകരിക്കപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ മര്യാദ പ്രകാരമല്ല അബ്രഹാമിന് നീതി ലഭിക്കപ്പെട്ടത്. അബ്രഹാമിന് നീതി ലഭിക്കപ്പെട്ടത് വിശ്വാസത്തിന്റെ മാർഗപ്രകാരമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ചോദ്യത്തിന് മുട്ടുകുത്തി രണ്ടാമത്തെ ചോദ്യം അവരോട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ നടക്കുന്ന ഈ വീര്യപ്രവൃത്തി ന്യായപ്രമാണത്തിന്റെ മര്യാദ പ്രകാരമാണോ അതോ വിശ്വാസത്തിന്റെ മര്യാദ പ്രകാരമാണോ? ഹല്ലേലൂയ. മൂന്നാമത്തെ ചോദ്യം, എനിക്കും നിങ്ങൾക്കും ലഭിക്കപ്പെട്ട ഈ ആത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന്റെ മര്യാദ പ്രകാരമാണോ അതോ വിശ്വാസത്തിന്റെ മാർഗപ്രകാരമാണോ? ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഇപ്രകാരമാണ്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഹല്ലേലൂയ, ശുദ്രം ചെയ്ത് മയക്കിയതാര്? യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തു വെളിപ്പാടിനെ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാട്ടി തന്നിട്ടും നിങ്ങളെ ബുദ്ധി കൊണ്ട് അല്ലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഈ ബുദ്ധിയിൽ അവസാനിപ്പിക്കാൻ ആരാണ് നിങ്ങളോട് പറയപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ നമുക്കവൻ വരച്ച് കാട്ടി തന്നില്ലേ? നമ്മുടെ കണ്ണുകളിൽ വിശ്വസിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തു വെളിപ്പാട് സഭയ്ക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണം, അത് പഠിക്കണം. എത്ര പേർ ആഗ്രഹമുണ്ട് ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് എനിക്ക് ആ വെളിപ്പാടൊന്ന് തുറന്നു കിട്ടണം? എല്ലാ കണ്ണുകളും അടയട്ടെ. ഞാനൊരു മുഖവര മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് പകൽക്കാലം വേദപുസ്തകത്തിന്റെ വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരുവാൻ
നിങ്ങൾ മനുഷ്യരെന്ന് പഠിക്കാൻ ആഗ്രഹിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മനുഷ്യരെന്ന് പഠിക്കാൻ ആഗ്രഹിക്കരുത്, എൻ്റെ കർത്താവിൽ നിന്ന് പഠിക്കുവാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ്, ഇന്ന് പകൽ ഞാൻ അത് ആഗ്രഹിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് എന്നിൽ അങ്ങയുടെ വെളിപ്പാട് തുറന്നു വരണം. ഡാലാമാന സമ്പനാൻ എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലതിനെ ആള് മാറിയവരെ പോലെയാക്കി ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത വലിയ വെളിപ്പാടിനെ ചുമക്കുന്ന തലമുറകൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറഞ്ഞുറപ്പിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ വെളിപ്പാടുള്ളവരാക്കി, ചിലരെ വചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുള്ള തലമുറകളാക്കി ഈ സഭയെ ഒരു അന്ത്യോക്യ സഭ പോലെ ശുശ്രൂഷകന്മാരുടെ വലിയ കൈമാറ്റം നടക്കപ്പെടുന്ന പ്രാർത്ഥനകളായി മാറുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് ആവലോടെ പ്രാർത്ഥിച്ചാട്, എൻ്റെ ദൈവം എൻ്റെ തലമുറയെ നീ വേർതിരിക്കണമേ, എന്നെ നീ വേർതിരിക്കണമേ, എൻ്റെ കുടുംബത്തെ നീ വേർതിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആവലോടെ ആഗ്രഹിക്കുന്നവർ കണ്ണുനീരോടെ കൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം ആ വെളിപ്പാടുകൾ നിന്നിൽ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. മകനെ, മകളെ, പ്രിയ സഹോദരി, സഹോദര, ഹല്ലേലൂയ, വാത്സല്യ പിതാവേ, മാതാവേ, നിന്നെ ഈ ഒറ്റപ്പെടലിൽ കൂടി കടത്തിവിട്ടതിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് ചിലത് പഠിപ്പിക്കാനുണ്ടെന്ന് നിന്നെ കാത്തിരിക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹമുണ്ടെന്ന്, നിന്നെ കാത്തിരിക്കുന്ന ചില കൂട്ടങ്ങളുണ്ടെന്ന്, നീ കാല് വയ്ക്കുമ്പോൾ വിടുതൽ പ്രാപിക്കപ്പെടുന്ന ഇടങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ നീ നടക്കുന്ന പാതയിൽ കൂടി അത്ഭുതങ്ങൾ നടക്കപ്പെടുവാൻ കർത്താവ് കണ്ടിരിക്കുന്ന തലമുറയാണ് നീയെന്ന്, അല്ലെങ്കിൽ നിന്നെ കാണുന്നവർ ഒരത്ഭുതം നിന്നിൽ കൂടി വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ ആഗ്രഹിച്ച ആവലോട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലേക്ക് ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ആലോചന പറഞ്ഞു ഉറപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വലിയ നിയോഗം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരും. ആത്മാവ് ചിലതിനെ തൂക്കിയെടുത്ത് അസ്തോദിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ യാത്ര, ഒരു വലിയ ശുശ്രൂഷയുടെ വലിയ യാത്രകൾ ദൈവസഭയിലെ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, തലമുറകളിൽ എൻ്റെ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് ഏറ്റെടുക്കുന്നവർ കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ചിലതിനെ കൈമാറുകയാണ്. ചിലതിനെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ, ചിലതിനെ ആത്മാവ് ചിലതിനെ വേർതിരിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. പുറത്തു വരും. ഹല്ലേലൂയ, നീ അത്ഭുതങ്ങൾ നിന്നിൽ കൂടി നടക്കപ്പെടും.